നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി ബ്ലെൻഡർ ആണ് അതിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. 2000 വാട്ട്സിന്റെ കൊമേഴ്സ്യലായിട്ടും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കിഡിലൊരു ബ്ലെൻഡർ ആണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ കമന്റുകളായിട്ട് അറിയിക്കുക. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മറക്കാവും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒപ്പം ഒരു ചെറിയ ജാർ ലഭിക്കുന്നുണ്ട്. ഈ ജാറിന്റെ കപ്പാസിറ്റി 600 ml ആണ്. ഇതിൽ നമുക്ക് ഹാർഡ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ് നൽകിയിട്ടുള്ളത്. അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ആണ് ഇതിൽ ലഭിക്കുക. ഇതിൽ 2 ജാറുകൾ ലഭിക്കുന്നുണ്ട്. രണ്ടും BPA ഫ്രീ ആണ്. സൈഡിലായി ക്വാണ്ടിറ്റി മാർക്കിംഗ് കാണാനായിട്ട് സാധിക്കും. ഈ ജാറിൽ നമുക്ക് ഡ്രൈ ഗ്രൈൻഡിങ്ങും വെറ്റ് ഗ്രൈൻഡിങ്ങും ചെയ്യാനായിട്ട് പറ്റും. ഇത് 2 ലിറ്ററിന്റെ ജാറാണ്. ഇതിന് സാമാന്യം നല്ല വലുപ്പമുണ്ട്. ഇത് കൂടിയ ക്വാണ്ടിറ്റിയിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ജാറും BPA ഫ്രീ ആണ്. 2 ജാറുകൾക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 8 ലീഫ് ഡിസൈൻ ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാർഡൻ ബ്ലേഡ് ആണ് ലഭിക്കുക. ഇതിലും 2 ലിറ്റർ വരെയുള്ള കപ്പാസിറ്റി മാർക്കിംഗ് ML നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. മിക്സിയുടെ ജാറുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മിക്സിയുടെ ജാറും ഫുൾ ഫില്ല് ചെയ്തുകൊണ്ട് അരയ്ക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം വരെ ഫിൽ ചെയ്തുകൊണ്ട് ഈ മിക്സി ജാറുകൾ ഉപയോഗിക്കാവൂ. ഇതാണ് വലിയ ജാറിന്റെ ലിഡ്. ഈ ലിഡിന് മുകളിലായിട്ടൊരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ഈ ക്യാപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇടാനും വെള്ളം ഒഴിക്കാനും ഒക്കെ സാധിക്കും. ഇതാണ് ബ്ലെൻഡർ ടാമ്പർ. ഇത് യൂസ് ചെയ്തുകൊണ്ട് ബ്ലെൻഡർ ഉപയോഗിക്കുന്ന സമയം ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലിഡിന് മുകളിലുള്ള ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഈ ബ്ലെൻഡർ ടാമ്പർ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്പൂൺ ഒന്നും ഇട്ട് ഇളക്കി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ഒരു ടാമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ ബോഡി. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റുമാണ്. 5 പ്രീസെറ്റ് ഫംഗ്ഷൻ ഇതിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് പവർ കേബിൾ നൽകിയിട്ടുണ്ട്. ഈ മിക്സിനിൽ ജാർ വെക്കാനും ഊരാനും ഒക്കെ വളരെ ഈസിയാണ്. ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ലോക്ക് നൽകിയിട്ടുണ്ട്. ജാർ നമ്മൾ മിക്സിയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലെ ബട്ടൺ പ്രസ് ആയാണ് ഇത് ഓൺ ആകുന്നത്. ജാർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മിക്ഷൻ ഓൺ ആകത്തില്ല. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ടച്ച് കൺട്രോൾ പാനൽ നൽകിയിരിക്കുന്നത്. ഒരു സൈഡിൽ സ്പീഡും മറ്റേ സൈഡിൽ ടൈമും കാണാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് മോഡ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കാം, സ്മൂത്തി ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, ഗ്രൈൻഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള 5-6 പ്രീസെറ്റുകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ടാണ് പൾസ് ബട്ടൺ നൽകിയിരിക്കുന്നത്. അതിന്റെ അടുത്ത് തന്നെയാണ് പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. ഇനി അതിനടുത്തുള്ള ടൈം ബട്ടണും സ്പീഡ് ബട്ടണും പ്രസ് ചെയ്തുകൊണ്ട് ടൈമും സ്പീഡും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടൈമും സ്പീഡും ഓൾറെഡി സെറ്റ് ആയിരിക്കും. നമുക്ക് അത് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ആ പ്രീസെറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ടൈമും സ്പീഡും മാറ്റണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ജാർ ഇതിന് മുകളിൽ പ്ലേസ് ചെയ്തപ്പോഴാണ് ഡിസ്പ്ലേ ഓൺ ആയത്. അതായത് ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആണ്. നമ്മൾ ജാർ ഇതിൽ വെക്കാതെ ഇത് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓൺ ആകത്തില്ല. ജാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. ജാർ വെച്ചതിന് ശേഷം നേരെ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഷൻ ഓൺ ആകത്തില്ല. ഒന്നുകിൽ നിങ്ങൾ ഇതിൽ ടൈമും സ്പീഡും സെറ്റ് ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇനി നമ്മൾ പ്രീസെറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ടൈം ഡിസ്പ്ലേ ആകും, എത്ര ടൈമിനുള്ളിൽ ഈ ഒരു പ്രോസസ്സിംഗ് കഴിയുമെന്നുള്ളത്. അതിനുശേഷം നമ്മൾ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സ്പീഡ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രീസെറ്റ് മോഡിലെ ടൈം +1 സ്പീഡ് കോമ്പിനേഷൻ അല്ല നൽകിയിരിക്കുന്നത്. നമ്മൾ ഇത് ഓൺ ചെയ്തതിന് ശേഷം സ്പീഡ് കൂടിയും കുറഞ്ഞുമായിരിക്കും ഇത് അഡ്ജസ്റ്റ് ആവുക. പ്രീസെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ടൈം കൂട്ടാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. മാക്സിമം സ്പീഡ് 9 ആണ് നൽകിയിട്ടുള്ളത്. പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്സി വർക്ക് ആവും. ഇനി നമ്മൾ അതിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മിക്സി ഓഫ് ആവും. പൾസ് ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് വരെ ആയിരിക്കും ഇത് കറങ്ങുക. ഇനി നമുക്ക് ഈ ബ്ലെൻഡർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് അരി ഒന്ന് അരച്ച് നോക്കാം. ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അരി അരയ്ക്കുന്നത്. കുറച്ച് വെള്ളരി കഴുകി ക്ലീൻ ആക്കി ജാറിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഈസ്റ്റും കോക്കനട്ടും ആഡ് ചെയ്തു. ഇനി ജാർ ഞാൻ മെയിൻ യൂണിറ്റിന് മുകളിൽ വെച്ച് ലിഡൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് അടച്ച് പ്രീസെറ്റ് മോഡ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ കുറെ മോഡ്സ് നൽകിയിട്ടുണ്ട്, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഗ്രൈൻഡ് മോഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയാണ്. ഗ്രൈൻഡ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടൈമും സ്പീഡും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കാനായിട്ട് ഏകദേശം 2 മിനിറ്റ് എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു ഫുഡ് പ്രോസസറിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പലരും അത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൽ അരി നല്ലോണം അരച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു, ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് അരി അരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ ഇതിൽ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കി. നല്ല രീതിയിൽ നമുക്ക് നല്ല നൈസായിട്ട് തന്നെ അരി അരച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ സാധാരണ രീതിയിൽ അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്, ചതഞ്ഞ് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് നമ്മുടെ ബ്ലെൻഡർ
ബ്ലെൻഡറിൽ ഇത് എങ്ങനെയാണ് അരച്ചെടുക്കാൻ പറ്റുന്നത് നോക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ചെറിയ പീസുകളാക്കിയിട്ട് ജാറിനുള്ളിലേക്ക് ഇട്ടു. അതിനുശേഷം മെഷീനിൽ വെച്ച് ഓൺ ചെയ്ത് ഒരു പ്രീസെറ്റ് മോഡും സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി പൈനാപ്പിൾ ജ്യൂസ് ആകാൻ അധികം സമയമൊന്നും എടുത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് പൊടിച്ചു നോക്കാം. മസാല ഒന്ന് പൊടിച്ചെടുത്താലോ. മസാല പൊടിച്ചെടുക്കലും ഈ പറഞ്ഞതുപോലെ കുറച്ച് പാടുള്ള പരിപാടിയാണ്. സാധാരണ മിക്സർ ഗ്രൈൻഡറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൈൻഡർ കിടന്ന് ചൂടാകും, അല്ലാതെ പൊടിയത്തില്ല. അതും ഇങ്ങനെ ചതഞ്ഞ് കിടക്കും. നമ്മുടെ ബ്ലെൻഡറിൽ ഈ മസാല പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ മസാല കൂട്ടിൽ നല്ലോണം ക്ലീൻ ചെയ്ത് നമ്മുടെ ചെറിയ ജാറിലാക്കി അടച്ച് മെഷീന് മുകളിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് ഇവിടെ ഗ്രൈൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. 1 മിനിറ്റ് എടുത്തെന്ന് തോന്നുന്നു. 1 മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പർ ആയിട്ട് ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ ഈ നമ്മുടെ വീട്ടിലുള്ള മിക്സർ ഗ്രൈൻഡറിലും ബ്ലെൻഡറിലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചധികം പാടുപെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് വളരെ ഈസി ആയിട്ട് 3 കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്ത ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ കണ്ടു. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് ഈ സംഭവം നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഗാരോ റോയൽ പ്രൊഫഷണൽ ബ്ലെൻഡറിന്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിന്റെ അകത്തുണ്ട്, ഇതിന്റെ കൂടെ എന്തൊക്കെ എക്സസറീസ് ലഭിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ. ഇനി ഇത് ഉപയോഗിച്ചതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ആഴ്ചത്തോളമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ പ്രൊഡക്റ്റ്. കാരണം വേറൊന്നുമല്ല, സാധാരണ നമ്മൾ വാങ്ങുന്ന മിക്സർ ഗ്രൈൻഡർ ഒക്കെ ഒരു 700 വാട്ട്സ് 750 വാട്ട്സ് അല്ലെങ്കിൽ 1000 വാട്ട്സ് ഒക്കെ ഇല്ലേ. പക്ഷേ ഇത് 2000 വാട്ട്സിന്റെ 100% കോപ്പർ മോട്ടർ ഉള്ള ഒരു ബ്ലെൻഡർ ആണിത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ കാര്യം വളരെ കോമ്പാക്ട് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാനോ ഹാൻഡിൽ ചെയ്യാനോ വളരെ ഈസിയാണ്. അടുത്തായിട്ട് തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റുകളുമാണ്. കുറെ അധികം പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമും സ്പീഡും ഒക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. റോട്ടറി സ്വിച്ചസ് ഒന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്തായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഈ ലോക്കിംഗ് ഫീച്ചർ. അതായത് നമ്മൾ ജാർ ഇതിൽ വെച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ഡിസ്പ്ലേ ഓൺ ആകത്തുള്ളൂ. അതായത് വർക്ക് ആകണമെന്നുണ്ടെങ്കിൽ ജാർ വെക്കണം, അല്ലാതെ ഇത് ഓൺ ആകുകയോ കറങ്ങുകയോ ചെയ്യത്തില്ല. ആ ഒരു ഫീച്ചർ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഇതിനോടൊപ്പം ലഭിക്കുന്ന ജാറൊക്കെ BPA ഫ്രീ ആയിട്ടുള്ള ജാറാണ്. വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ജാറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എത്ര അമക്കി എന്ന് പറഞ്ഞാൽ ഇത് പ്രസ് ആവുന്നൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ ഇതിന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഉപയോഗിച്ചിടത്തോളം വലിയ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് 6399 രൂപയാണ് ഇപ്പം ആമസോണിൽ കാണിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് നാളിന് ശേഷമാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു പ്രൈസ് ആയിരിക്കത്തില്ല. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ടൈമിലെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള പണി ഇവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്റെ ഡീൽസ് ബൈ ഷിജു എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം.